സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ആസൂത്രിത ശ്രമം ഉണ്ടായതായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. നവാമുകുന്ദ മാർബേസിൽ സ്കൂളുകൾക്കെതിരെ വിമർശനവുമായാണ് മന്ത്രി രംഗത്തെത്തിയത്. സ്കൂളിന്റെ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പരാതി ഗൗരവമായി കണക്കിലെടുക്കുമെന്ന് മന്ത്രി അറിയിച്ചിരുന്നു. എന്നാൽ അത് ചെവിക്കൊള്ളാതെയാണ് മേള അലങ്കോലമാക്കാൻ ശ്രമം നടന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത്, എന്താണ് പ്രധാനമായും വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ? സ്കൂൾ കായികമേളയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സമാപന സമ്മേളനത്തിലൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് പിന്നിൽ രണ്ട് സ്കൂളുകളാണ് എന്നുള്ളതാണ് മന്ത്രി പ്രത്യേകമായി എടുത്തു പറയുന്നത്. ഒന്ന് നവാമുകുന്ദ, അടുത്തത് കോതമംഗലം മാർബേസിൽ. ഈ രണ്ട് സ്കൂളുകളുമായിട്ടും അവരുടെ തർക്കങ്ങളും ആവശ്യങ്ങളും, അതായത് തർക്കം മന്ത്രിയുടെ റിലീസിൽ പറയുന്നത് ഇങ്ങനെയാണ്: മികച്ച സ്കൂളിന്റെ പേരിലുള്ള തർക്കം തിരുനാവായ നവാമുകുന്ദ സ്കൂളാണ് ഉന്നയിക്കുന്നത്. ഈ സ്കൂളിന്റെ പ്രതിനിധിയുമായി വേദിയിൽ വെച്ച് തന്നെ കൂടിക്കാഴ്ച നടത്തി അവരുടെ പരാതി ഗൗരവമായി കണക്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത് ചെവിക്കൊള്ളാതെ മേള അലങ്കോലമാക്കാനുള്ള ശ്രമമാണ് നടന്നത്. പരിപാടി അലങ്കോലപ്പെടുത്തുന്നത് ഈ രണ്ട് സ്കൂളുകളോടും ആവർത്തിച്ച് അഭ്യർത്ഥിച്ചു. എന്നിട്ടും അതിനൊരു ഫലമുണ്ടായില്ല. സാംസ്കാരിക പരിപാടി തടയാനും വളണ്ടിയർമാരെ മർദ്ദിക്കാനും ഒക്കെ ശ്രമമുണ്ടായി. കായികമേളയുടെ അന്തസ്സിനും അഭിമാനത്തിനും ക്ഷമേൽപ്പിക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ള ഈ വിരലെണ്ണാവുകയാണെങ്കിലും ഈ പ്രവർത്തനം അത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗൗരവമായി പരിശോധിക്കും. ഇത് ഈ ശ്രമത്തെ, മേളയെ അലങ്കോലപ്പെടുത്താനുള്ള ശ്രമത്തെ ശക്തമായി അപലപിക്കുന്നു എന്നുള്ളതും കൂടി മന്ത്രി പറയുന്നുണ്ട്. പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.